ലോസ്റ്റ്, ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ്, പ്രിസൺ ബ്രേക്ക് ഒരുവിധം എല്ലാ സീരീസ് ആരാധകരുടെയും ഫേവറേറ്റ് സീരീസുകളായിരിക്കും ഇവയെല്ലാം. അന്യഭാഷയിൽ ഒരുപാട് സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ജേണറുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ നല്ല ഫാൻ ബേസും ഉണ്ട് നമുക്കിടയിൽ. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ഏറ്റവും ത്രില്ലിംഗ് ആയ ഹൊറർ മിസ്റ്ററി സീരീസായ ഫ്രമ്മിനെ കുറിച്ചാണ്. ഒരു ചെറിയൊരു അമേരിക്കൻ ടൗണ്, അവിടെ എത്തിപ്പെടുന്ന ആളുകൾക്ക് ആ ടൗണിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തതാണ് കഥയുടെ കേന്ദ്രം. ഈ ടൗണിൽ നേരെ ഇരുട്ടാകുമ്പോൾ മനുഷ്യരൂപത്തിലുള്ള കുറച്ച് മോൺസ്റ്റേഴ്സ് ഈ മനുഷ്യരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരും. ഇതാണ് കഥയുടെ കേന്ദ്രം. കഥ തുടങ്ങുന്നത് ജിം മാത്യൂസും അദ്ദേഹത്തിന്റെ കുടുംബവും കാറിൽ സഞ്ചരിക്കുന്നതിലൂടെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും ആദ്യമായി ആ ടൗണിൽ വന്നിറങ്ങിയ സമയത്ത് ആ ടൗണ് സാധാരണ ഒരു ടൗൺ എന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് ടൗണിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ടൗണിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും നിഗൂഢതകളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. തങ്ങളെപ്പോലെ ഒരുപാട് പേർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നും പുറത്തു കടക്കാൻ കഴിയാതെ വിട്ടുപോയിരിക്കുകയാണെന്നുള്ള സത്യം അദ്ദേഹത്തിന്റെ കുടുംബം മനസ്സിലാക്കുന്നു. ജോൺ ഗ്രിഫിനാണ് ഫ്രം സീരീസ് ക്രിയേറ്റ് ചെയ്തത്. ഈ സീരീസിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലോസ്റ്റിന്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ജാക്ക് ബെൻഡറും ജെഫ് പിങ്കറും ഫ്രം സീരീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരാണ്. ലോസ്റ്റ് സീരീസിൽ മൈക്കിൾ ഡോസൺ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് സുപരിചിതനായ ഹറോൾഡ് പെരിന്യു അവതരിപ്പിക്കുന്ന ബോയ്ഡ് സ്റ്റീവൻസ് ആണ് കഥയുടെ കേന്ദ്ര കഥാപാത്രം. എല്ലാവരെയും പോലെ കുടുംബത്തോടൊപ്പം ആ ടൗണിൽ വന്ന് ഇറങ്ങി പുറത്തു കടക്കാൻ കഴിയാതെ പെട്ടുപോയിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ബോയ്ഡ് സ്റ്റീവൻസും. പക്ഷേ അമേരിക്കൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു ബോയ്ഡ് സ്റ്റീവൻസ്. പിന്നീട് ടൗണിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ടൗണിലേക്ക് വന്നിറങ്ങുന്ന ആളുകളെയും കുടുംബത്തെയും ഒക്കെ മോൺസ്റ്റേഴ്സിൽ നിന്ന് രക്ഷിക്കുന്ന ദൗത്യം അയാൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രം സീരീസിൽ വേറെയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ജിം മാത്യൂസ്, ടബിത മാത്യൂസ്, ജെയ്ഡ്, ഡോണ, വിക്ടർ എന്നിങ്ങനെ നല്ല നല്ല ക്യാരക്ടേഴ്സും ഉണ്ട് ഫ്രം സീരീസിൽ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്തെന്നാൽ ലോസ്റ്റ് സീരീസിന് ഫ്രമ്മുമായിട്ട് നല്ല സാമ്യതകളുണ്ട്. ഒന്നാമത് രണ്ട് സീരീസിലും ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോകുന്നു, പുറത്ത് കടക്കാൻ കഴിയാതെ. അതുപോലെ ഓരോ എപ്പിസോഡുകൾ കഴിയും തോറും പുതിയ പുതിയ ആളുകൾ സീരീസിലേക്ക് കടന്നു വരുന്നു. അതുപോലെ മിസ്റ്ററീസ് നിറഞ്ഞു നിൽക്കുന്ന, നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രണ്ട് സീരീസിലും സംഭവിക്കുന്നു. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പഴയകാലം, ഭൂതകാലം ഫ്ലാഷ് ബാക്കിലൂടെയൊക്കെ കാണിക്കുന്നു. എന്നിങ്ങനെ ഒരുപാട് സാമ്യതകൾ രണ്ട് സീരീസിനുണ്ട്. ലോസ്റ്റ് സീരീസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് ഫ്രം. ഫ്രം സീരീസ് ശരിക്കും പറഞ്ഞാൽ ഹൊറർ, മിസ്റ്ററി, സർവൈവൽ, ത്രില്ലർ എന്നീ ജേണറുകളുടെ ഒരു മിക്സാണ്. ലോസ്റ്റ് സീരീസ് ഇഷ്ടപ്പെട്ട ആളുകൾ തീർച്ചയായും, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. ഈ ജേണറുകളൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതിനൊക്കെ നല്ല ഫാൻ ബേസ് ഉണ്ട്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് ഫ്രം. 2022 ആരംഭിച്ച ഫ്രം സീരീസ് ഇതുവരെ 3 സീസണുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള പ്രേക്ഷകർക്ക് ആമസോൺ പ്രൈമിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ സീരീസ് പ്രേമികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. Thanks for watching.